ിൽ ആഫ്റ്റർ അനന്തർ കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഡിക്കാപ്രിയോടെ ഒരു പെർഫോമൻസ് ബേസ്ഡ് പടം കേട്ടോ. കിടിലം പെർഫോമൻസ്. ഡിക്കാപ്രിയോടെയും ആ വില്ലനായിട്ട് അഭിനയിക്കുന്ന ഒരാളുടെ കിട് പെർഫോമൻസ്. ഒരു പടി മുന്നിൽ ആ വില്ലനായിട്ട് അഭിനയിക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒത്തിരി മാനസികത്തിലൂടെയാണ് പടം മുന്നോട്ട് പോകുന്നത്. പുള്ളിയുടെ മാനസിക സംഘർഷത്തിലൂടെയാണ് പടം മുന്നോട്ട് പോകുന്നത്. ഒരു പെർഫോമൻസ് ബേസ്ഡ് പടം കേട്ടോ. ഒരു മെക്സിക്കൻ US അതിർത്തി നടക്കുന്ന ഒരു കഥയായിട്ടാണ് കാണിക്കുന്നത്. അമേരിക്കയുടെ വേറൊരു മുഖമാണ് കാണിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് സിനിമ കേട്ടോ. ഒരു കളറിങ്ങും എല്ലാം കിടുപ്പനായിട്ട് ചെയ്തിട്ടുണ്ട്. ഡിക്കാപ്രിയോ ഏതായാലും സെലക്ഷൻ അടിപൊളിയായിട്ടുണ്ട് പുള്ളി ചെയ്തിരിക്കുന്നത്. ഒരു 2.25 മണിക്കൂർ മിച്ചമുണ്ടെങ്കിലും പടം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഒരു വെറൈറ്റി മൂവി കേട്ടോ. ആ ത്രില്ലറോ അങ്ങനെയുള്ള പ്രതീക്ഷ പറയുന്നത് ഭയങ്കര മാനസിക സംഘർഷത്തിലൂടെയാണ് പടം പോകുന്നത്. ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയിലൂടെ അങ്ങനെയുള്ളൊരു പടമാണ്. ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ഡിക്കാപ്രിയോ ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഡയറക്ഷൻ കിടുപ്പൻ, ക്യാമറ കിടുപ്പൻ, പടത്തിൻ്റെ കളറിങ് എല്ലാം ഒരു അമേരിക്കയുടെ വേറൊരു വശമാണ് കാണിക്കുന്നത്. US-ൻ്റെ ഒരു മെക്സിക്കൻ സൈഡിലുള്ള ഒരു വശം. ഏതായാലും നല്ലൊരു ഡിഫറെൻറ്റ് വെറൈറ്റിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. കിടിലൻ. ഡിക്കാപ്രിയോ ഒരു പുള്ളി തകർത്തിട്ടുണ്ട് കേട്ടോ. ഒരു വ്യത്യസ്ത കഥാപാത്രമായിട്ട് ഡിക്കാപ്രിയോ അടിപൊളിയായിട്ടുണ്ട്. അതിൽ മസ്റ്റുമായിട്ട് തിയേറ്റർ വാച്ച് തന്നെയാണ് കേട്ടോ പടം. ഓക്കെ.